ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാഷണൽ അപ്പോസ്തോലിക് മീഡിയയുടെ വചനധ്യാനത്തിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്ന വാക്യം 2 കൊരിന്ത്യർ 5:16. ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. അതായത് ക്രിസ്തുവിനെ ജഡപ്രകാരമല്ല അറിയുന്നത്, ആത്മാവിൻ്റെ കണ്ണുകളാലാണ്, ആത്മാവിൻ്റെ അനുഭവങ്ങളാലാണ് താൻ അറിയുന്നതെന്ന് പറയുന്നതായിട്ട് നാം കാണുന്നുണ്ട്. എന്താണ് ഇതിനുള്ള വ്യത്യാസം? കർത്താവ് ഭൂമിയിൽ മനുഷ്യനായി പിറന്നത് കന്യകാജനനത്തിലൂടെയാണ്. കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, അടയാളങ്ങൾ കാണിച്ചു. എന്തിനാണ് അതൊക്കെ ചെയ്തതെന്ന് വെച്ചാൽ കർത്താവ് ദൈവമാണ് എന്ന് മനുഷ്യർ വിശ്വസിക്കത്തക്കവണ്ണമുള്ള കാര്യങ്ങളാണ് കർത്താവ് ചെയ്തത്. മരിച്ചവരെ ഉയർപ്പിച്ചു. ഇതൊക്കെയും മറ്റാരും ചെയ്യാത്ത കാര്യങ്ങളാണ്. അതുപോലെ പ്രകൃതിയുടെ മേൽ കർത്താവിനുള്ള നിയന്ത്രണം, സാധനങ്ങളെ മാറ്റുവാനും വർദ്ധിപ്പിക്കുവാനുമൊക്കെയുള്ള കഴിവ്, ഇതൊക്കെയും അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ആയിട്ട് കർത്താവ് ചെയ്തു. അപ്പോൾ മാനുഷികമായിട്ടുള്ള അനേക കാര്യങ്ങൾ, ദൃശ്യമായിട്ടുള്ള അനേക കാര്യങ്ങൾ കർത്താവ് അവർക്ക് അവരുടെ മുൻപാകെ ചെയ്ത് താൻ ദൈവമാണെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. അതുപോലെ തന്നെ കർത്താവ് കൊടുത്ത നല്ല ഉപദേശങ്ങൾ ന്യായപ്രമാണ പ്രകാരമുള്ള തൻ്റെ ക്രൂശീകരണത്തിലാണ് പിന്നീട് നാം കർത്താവിനെ കാണുന്നത്. അപ്പോൾ ഈ ന്യായപ്രമാണത്തിൻ്റെ കൾമിനേഷനായിട്ട് കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു. എന്നാൽ 3-ാം ദിവസം കർത്താവ് ഉയർത്തെഴുന്നേറ്റു. കല്ലറയ്ക്ക് കർത്താവിനെ പിടിച്ചൊതുക്കാൻ സാധിച്ചില്ല. അതാണ് യഥാർത്ഥ ദൈവീകത്വം എന്ന് പറയുന്നത്. മറ്റു കാര്യങ്ങൾ പലത് ചെയ്തിട്ടുണ്ട് എങ്കിൽ തന്നെയും പൗലോസ് അപ്പോസ്തലൻ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ, ക്രൂശിക്കപ്പെട്ട് മരിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെയാണ് പ്രകീർത്തിക്കുന്നത്. അപ്പോൾ ഈ ക്രിസ്തുവിനെയാണ് നാം അറിയുന്നത്. അല്ലാതെ ജഡത്തിൽ ഇവിടെ ജീവിച്ചിരുന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത യേശു ഉണ്ട്, ശരി തന്നെ. എങ്കിൽ തന്നെയും അതിനേക്കാളൊക്കെ ഉപരിയായി ക്രൂശിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ മരണത്തെ ജയിച്ച ക്രിസ്തുവാണ് യഥാർത്ഥ ക്രിസ്തു, അല്ലെങ്കിൽ ക്രിസ്തു എന്നതിൻ്റെ അടയാളം. യേശു ക്രിസ്തുവിൻ്റെ ആ ദൗത്യമാണത്. അത് ചരിത്രത്തിൽ വളരെയധികം പ്രാധാന്യമുള്ളതാണ്. നമ്മുടെയൊക്കെയും ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമെന്ന് വെച്ചാൽ അവൻ മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്. ഇതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതായത് നമ്മുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കുന്ന ക്രിസ്തു, അത്ഭുതങ്ങളാലോ അടയാളങ്ങളാലോ ഒന്നുമല്ല നാം ഇന്ന് കർത്താവിൽ വിശ്വസിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് വിശ്വസിക്കുന്നത്? നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കർത്താവ് മരിച്ചു, നമ്മെ തൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങി, നമ്മെ ഇപ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ ആ പരിണത ഫലമായിട്ട് നമുക്ക് എന്ത് ലഭിച്ചു? സ്വർഗോന്നതങ്ങളിൽ നമ്മളെ ഇരുത്തിയിരിക്കുകയാണ്. ഇനി വിശ്വാസം എന്നതോ അതും കർത്താവ് തന്നെ തന്നതാണ്. കൃപയാലെയാണ് നാം അത് വിശ്വസിക്കാൻ ഇടയായത് എന്നും നാം അറിയുന്നു. അപ്പോൾ നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് പൗലോസ് അപ്പോസ്തലൻ എന്താണ് ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു എന്നെഴുതിയിരിക്കുന്നു. എന്നാൽ ഈ തേജസ് വാസ്തവത്തിൽ എങ്ങനെയാണ് നാം മനസ്സിലാക്കുന്നത്? അപ്പോൾ നാം കാണുന്നതിനെയല്ല, കാണാത്തതിനെ വേണ്ടിയിട്ടാണ് നാം പ്രതീക്ഷിക്കുന്നത്. അതായത് ആ തേജസ് കാണാനായിട്ട്. ഇവൻ മോശ പോലും കർത്താവിനോട് മുഖാമുഖമായി സംസാരിച്ചു എന്നൊക്കെ പറയുന്നു. എങ്കിൽ തന്നെയും മോശ ആഗ്രഹിച്ചത് എന്താണ്?
നിൻ്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്നാണ് അപേക്ഷിച്ചത്. അപ്പം ഈ തേജസ് നമുക്ക് കാണാൻ ഇപ്പോൾ സാധ്യമല്ല. അപ്പോൾ ആ തേജസ് കാണുവാനായിട്ടാണ് നാം ഇന്ന് ജീവിക്കുന്നത്. നാം ആ തേജസ്സിലേക്ക് ചേരുവാനായിട്ട്, കർത്താവിൻ്റെ തേജസ് എന്ന് പറയുന്നത് പുനരുത്ഥാനം, അതിലേക്ക് കർത്താവ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് തേജസ്കരിക്കപ്പെട്ട കർത്താവാണ്. പക്ഷെ മനുഷ്യദൃഷ്ടിയിൽ ആ തേജസ്സിനെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എങ്കിൽ തന്നെയും ആ തേജസ് അവിടെ ഉണ്ട് എന്ന് നമുക്കറിയാം. ആ തേജസ്സിനെ പ്രാപിപ്പാനായിട്ടാണ് നാം ഇന്ന് രക്ഷിക്കപ്പെട്ടവരുടെ അനുഭവത്തിൽ ജീവിക്കുന്നത്. രക്ഷ നമ്മൾ കർത്താവിൻ്റെ ആ കാൽവറി ക്രൂശിൻ്റെ ആ രക്തത്താൽ നാം ശുദ്ധീകരിക്കപ്പെട്ടു, നാം ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇത് വീണ്ടും എന്തിലാണ് അതിൻ്റെ കൾമിനേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ തേജസ്കരണത്തിലാണ് അതിൻ്റെ കൾമിനേഷന്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആ തേജസ് കാണാനായിട്ട്, നാമും തേജസ്സിൻ്റെ ഒരു ഭാഗമായി തീരാനായിട്ടാണ് ഇന്ന് നാം ഈ രക്ഷിക്കപ്പെട്ട അനുഭവത്തിൽ ജീവിക്കുന്നത് എന്നുള്ള കാര്യമാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ഈ തേജസ്സിൽ പ്രാപിപ്പാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ, നമ്മെ വളർത്തിക്കൊണ്ടുവരട്ടെ, ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും കർത്താവിന്. ആമേൻ. പ്രൈസ് ദി ലോർഡ്.